ഗായ്സ് അലിബാബയിൽ നമ്മുടെ iQOO സെറ്റ് 3 വന്നിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് iQOO സെറ്റ് 3യുടെ അൺബോക്സിംഗ് ആണ്. അതോടൊപ്പം വേറൊരു ബോക്സും കൂടെ അവർ അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ബോക്സിന് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ എന്തൊക്കെ കണ്ടൻസ് കിട്ടുമെന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കറക്റ്റ് എക്സ്പെക്റ്റഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. വെറും 19,000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 5G കൂടെ കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം നല്ല ഹൈ സ്പെക്സ് ആണ് ഈ ഒരു ഫോണിൻ്റെ. ഞാൻ എല്ലാം പറയുന്നതാണ്. ഒരു ബഡ്ജറ്റ് കില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡിവൈസ് വെളിയിലോട്ടൊന്ന് എടുക്കാം. സോ നമുക്ക് പതുക്കെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മൾ റാപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ iQOO സെറ്റ് 3 കിട്ടുന്നുണ്ട്. സോ എന്നെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് നല്ല സെല്ലോ ടൈപ്പൊക്കെ ഇട്ട് കവർ ചെയ്താണ് കിട്ടുന്നത്. അപ്പോൾ അതും കൂടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കുറച്ച് ഹാർഡാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഫ്രണ്ടിലാണ് ഞാൻ പറഞ്ഞല്ലോ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോക്സിൻ്റെ അകത്തൊരു ചാർജർ കിട്ടുന്നുണ്ട് വിവോയുടെ. ഓക്കെ, നല്ലൊരു ഫാസ്റ്റ് ചാർജർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ചിലപ്പോൾ ചാർജർ കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. ബോക്സിൻ്റെ വണ്ണം കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് ചാർജർ കിട്ടുമെന്നാണ് തോന്നുന്നത്. സോ നമുക്ക് നമ്മുടെ ഈ ഡിവൈസ് ഒന്ന് വെളിയിലോട്ട് എടുക്കാം. അപ്പോൾ വെറും 19,000 രൂപയ്ക്ക് നല്ലൊരു കിടിലൻ 5G മൊബൈൽ ഫോണാണ് നമ്മുടെ iQOO സെറ്റ് 3. അപ്പോൾ ഇന്ത്യയിൽ ലോഞ്ചിങ് ആണ്. അപ്പോൾ ഈ ഒരു മാസമുള്ളെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ ജൂണിലായിരിക്കും ഇതിൻ്റെ ലോഞ്ചിങ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ഒരു റാപ്പിംഗ് കളയാം. അപ്പോൾ ഇതൊക്കെ മാറ്റി വയ്ക്കുക. ഇതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കാം. നമ്മുടെ iQOO 7ൻ്റെ അതേ ബോക്സിംഗ് പാക്കേജ് തന്നെയാണ് ഈ ഒരു ഡിവൈസിനകത്ത് വന്നിരിക്കുന്നത്. ബാക്കിലോട്ട് iQOO സെറ്റ് 3 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോറേജ് വേരിയൻറ്റ്, പിന്നെ ചൈനീസിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. എനിവേ നമുക്ക് നമ്മുടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സൈഡിൽ നമ്മുടെ റാപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഓക്കെ, നല്ലൊരു എന്താ പറയുക, നല്ലൊരു പാക്കേജിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബോക്സിന് ചുളിവൊന്നുമില്ല കേട്ടോ. സോ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. iQOOൻ്റെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. സോ ബോക്സ് ഓപ്പൺ ചെയ്യാം. സോ അതിന് മുമ്പായിട്ട് നമുക്കൊരു ബോക്സിൻ്റെ ഓവർവ്യൂ കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഓവർവ്യൂ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ജസ്റ്റ് നമ്മുടെ കറക്റ്റ് iQOO 7ൻ്റെ അതേ ബോക്സിംഗ് പാക്കേജ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫ്രണ്ടിലെ ഓപ്ഷനിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് സിലിക്കൺ കേസ് കിട്ടുന്നുണ്ട്, സിമിലേറ്റർ പിന്ന് കിട്ടുന്നുണ്ട്. സോ നമ്മുടെ iQOO സെറ്റ് 3 എഴുതിയിട്ടൊരു സിമിലേറ്റർ പിന്നാണ്. പിന്നെ നല്ല ക്ലിയർ സിലിക്കൺ കേസും കൂടെ ബോക്സിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് തിരിച്ച് വെച്ചിട്ട് ബോക്സിൻ്റെ അകത്ത് ബാക്കി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ സ്മാർട്ട് ഫോൺ ഇതാ ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ iQOO സെറ്റ് 3. നല്ലൊരു കില്ലർ സ്മാർട്ട് ഫോണാണ്. ബഡ്ജറ്റ് കില്ലറാണ് കേട്ടോ. ബഡ്ജറ്റ് ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. നല്ലൊരു ഗ്ലാസ് ഫിനിഷൊക്കെയാണ് സെല്ലായിട്ട് തന്നിരിക്കുന്നത്. നല്ലൊരു എന്താ പറയുക, ഒരു കർവ്ഡ് ഫിനിഷും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു പവർ ബട്ടൺ കണ്ടിട്ട് നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കി ഓവർവ്യൂവും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. നല്ലൊരു എന്താ പറയുക, ഗ്ലാസ് ഫിനിഷാണ് ബാക്കിലായിട്ട് കമ്പനി നൽകിയിരിക്കുന്നത്. നല്ലൊരു ഫിനിഷ് തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി, നല്ല പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ലുക്ക് കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് iQOO സെറ്റ് 3. ഓക്കെ, ഫോൺ ബൂട്ടപ്പ് ആവുന്നുണ്ട്. ബോക്സിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ബോക്സിൻ്റെ അകത്ത് നമുക്കൊരു ചാർജർ കിട്ടുന്നുണ്ട്. 55 വാട്ടിൻ്റെ ഒരു ചാർജറാണ്. നല്ല അത്യാവശ്യം വെയിറ്റുള്ള ചാർജറാണ്. വിവോയുടെ ബ്രാൻഡിങ്ങും ഫ്ലാഷ് ചാർജർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു വെയിറ്റുള്ള 55 വാട്ടിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ USB ടു Type-C കേബിളാണ് ഇരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം, കാരണം ചാർജറിലും USB കൊടുക്കുള്ള പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും Type-C ആയിരിക്കും. സോ ഇതിൻ്റെ ഓപ്പണിംഗ് എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ, ഇപ്പോൾ സൈഡാണ് സെറ്റ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല നീളമുള്ള കേബിളാണ് നമുക്ക് കമ്പനി നൽകിയിരിക്കുന്നത്. നല്ല നീളമുണ്ട്. സത്യമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ OnePlusൻ്റെ കേബിൾസൊക്കെ ഇപ്പോൾ ചുരുക്കി ചെറുതാക്കി വരികയാണ്. അപ്പം ഈ ഒരു iQOO സെറ്റ് 3യുടെ കേബിൾ നല്ല വലുതായിട്ടുള്ളൊരു കേബിളാണ്. അപ്പോൾ നല്ല അത്യാവശ്യത്തിന് വലുതായിട്ടുള്ള കേബിളാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. കണ്ടോ, നല്ലൊരു അഡ്ജസ്റ്റൊക്കെ കിട്ടുന്നൊരു സ്മാർട്ട് ഫോണാണ്. വളരെ നല്ലൊരു കിടിലൻ ഫോൺ തന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് ഇതൊരു പഴഞ്ചൻ സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് തന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിലൊക്കെ കിട്ടുന്നത് നമ്മുടെ സെൻറ്റർ പഞ്ചോളുടെ ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ വരുമ്പം ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് എടുത്ത് മാറ്റിയിട്ട് സെൻറ്റർ പഞ്ചോളുടെ വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചൈനീസ് വേരിയൻ്റ് ആൻഡ് ഒറിജിനൽ ചോയ്സാണ് കിട്ടുന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ ഇത് ഫണ്ട ചോയ്സ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ബോക്സിനകത്തിട്ട് കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് USB ടു Type-C കേബിൾ കിട്ടി. അതോടൊപ്പം നമ്മുടെ സിലിക്കൺ കേസ് കിട്ടി. പിന്നെ നമ്മുടെ 55 വാട്ടിൻ്റെ ചാർജറും കൂടെ കിട്ടി. ഇത്രയും മാത്രമായിരുന്നു ബോക്സിനകത്തുള്ള കണ്ടൻസ്. പിന്നെ നമുക്ക് രണ്ടാമതൊരു ബോക്സ് കമ്പനി അയച്ചു തന്നിരുന്നു. സെക്കൻഡ് ഒരു ബോക്സ് അയച്ചു തന്നിരുന്നു. ആ ഒരു ബോക്സിനകത്ത് വരുന്നതാണ് നമ്മുടെ iQOOൻ്റെ ഈ ഒരു ഹെഡ്സെറ്റ്.
നല്ല ഹെഡ്സെറ്റാണ്, വയർഡ് ഹെഡ്സെറ്റാണ്, വയർലെസ് അല്ല. പിന്നെ നമുക്കൊരു 55 വാട്ടിൻ്റെ വിവോയുടെ ഒരു ചാർജറും കൂടെ അയച്ചു തന്നിട്ടുണ്ട് കമ്പനി. അപ്പോൾ 2 ചാർജർ മൊത്തത്തിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുണ്ട്, നമ്മുടെ ഈ ഒരു iQOO Set 3 വാങ്ങിച്ചതിന് ശേഷം. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജർ ജസ്റ്റ് ഞാനൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ചാർജർ സൈഡിലായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഹെഡ്സെറ്റ്. സോ ചാർജറല്ല, ഹെഡ്സെറ്റാണിത്. അപ്പോൾ നമ്മുടെ ഹെഡ്സെറ്റ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ഹെഡ്സെറ്റ് ഇതായ ഫ്രണ്ടിലായിട്ട് ഇരിപ്പുണ്ട്. നല്ല മിനിമലിസ്റ്റിക്കകത്തുള്ള ഒരു കുഞ്ഞൊരു ഹെഡ്സെറ്റാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബോക്സിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് കുറച്ച് ബഡ്സാണ്. ഇത് കളഞ്ഞുവേണമെങ്കിൽ ചെവി വയ്ക്കാനുള്ള സംഭവമാണ്. പിന്നെ നമ്മുടെ ഒരു കേബിളും കൂടെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു 3.5 മോഡി ജാക്ക് കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് നമ്മുടെ iQOO Set 3. അതോടൊപ്പം ഇതിനകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ച് വരുന്ന ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ നല്ല കിഡ്ലൻ എന്താ പറയുക പ്രീമിയം കില്ലർ സ്മാർട്ട് ഫോണാണ്. 6.58 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന AMOLED ഡിസ്പ്ലേ അല്ല, IPS LCD ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. HDR10 സപ്പോർട്ടാണ്. അതോടൊപ്പം 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും കൂടെ കമ്പനി നൽകിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 വരുന്നുണ്ട്. ഒറിജിനോയ്സ് ആണ് റൺ ആവുന്നത്. ഫൺ ടച്ചൈസോട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്നാപ്ഡ്രാഗൺ 768Gയുടെ പ്രോസറാണ് തന്നിരിക്കുന്നത്. 5G പ്രോസറാണ്. 7nm പ്രോസസ് ചെയ്യുന്ന പ്രോസറാണ്. GPU വരുന്നത് Adreno 620 ഒരു GPU ആണ്. നല്ലൊരു ഗ്രാഫിക്സ് കിട്ടുന്ന ഒരു GPU തന്നെയാണ് കേട്ടോ. അതോടൊപ്പം 256 GB സ്റ്റോറേജും 8 GB റാം വേരിയൻ്റാണ് എൻ്റെ ഇരിക്കുന്നത്. UFS 2.2 വേരിയൻ്റ് ആണിത്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 18,999 രൂപയാണ്. ഹൈബ്രിഡ് ഡുവൽ സിം സ്ലോട്ടാണ് വരുന്നത്. 185 ഗ്രാമിൻ്റെ വെയിറ്റ് ഉണ്ട്. 5G കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് 64 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് കിട്ടുന്നുണ്ട്. 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ കിട്ടുന്നുണ്ട്. 4K 30fps ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്യാമറ തന്നെയാണ്. 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. 3.5mm OD ജാക്ക് കിട്ടുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. 55 വാട്ടിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട്. 4400 mAh ബാറ്ററിയും ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എല്ലാ സ്പെക്സും ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 20,000 രൂപയ്ക്ക് താഴെ ഫോൺ എടുക്കാൻ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് നല്ല ഉപകാരപ്പെട്ടൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് എടുത്ത് മാറ്റുന്നതായിരിക്കും കമ്പനി. അത് നമുക്ക് ലീക്കിലും കൂടെ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പ്ലീസ് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ അത് ഇഷ്ടപ്പെട്ട കാര്യം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. Until then, this is Satyan signing off. Bye bye. മറ്റൊരു വീഡിയോ കണ്ടുപിടിക്കും.